ഒരു റെയിൽവേ സ്റ്റേഷൻ, വളരെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു പ്രത്യേക രീതിയിൽ വേഷം ധരിച്ച ഒരാള് അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ തൊട്ടടുത്ത ബെഞ്ചില് ദൂരയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരാളും അവിടെ ഇരുന്നു. ഇപ്പോഴാ ദൂരയാത്രയ്ക്ക് പോകാനുള്ള ആളുടെ ട്രെയിന് 1 മണിക്കൂർ ലേറ്റാണ്. അപ്പൊ അദ്ദേഹത്തിന് സമയം പോകുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ. ട്രെയിന് വരാൻ ലേറ്റ് ആവുന്നു. ഇപ്പൊ സമയം പോകാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു, തൊട്ടടുത്തിരിക്കുന്ന ഈ പ്രത്യേക രീതിയിൽ വേഷം ധരിച്ച ഈ വ്യക്തിയെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയപ്പോ അയാൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ബാഗ് എടുക്കുന്നു, അടിച്ചു വെക്കുന്നു, വീണ്ടും ബാഗ് തുറക്കുന്നു, അതിനകത്ത് ഓരോന്ന് കപ്പി നോക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇദ്ദേഹം ഇങ്ങനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ കുറെ നേരം നോക്കിയപ്പോഴെന്ത് പറ്റി, ആ പ്രത്യേക രീതിയിൽ വേഷം ധരിച്ച വ്യക്തി ഇദ്ദേഹത്തിനെ നോക്കി. അപ്പൊ ഇദ്ദേഹം മുഖം തിരിച്ചിട്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സമയം അദ്ദേഹം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയം ഒക്കെയാണ് ബാഗ് നീങ്ങി തുറക്കുന്നു, കൈയിടുന്നു, ഒരു പാക്കറ്റ്. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുവരെ ആ പാക്കറ്റ് അദ്ദേഹം കയ്യിലെടുത്തില്ല. ഇപ്പോഴദ്ദേഹം പാക്കറ്റ് എടുത്തിട്ട് ബാഗിനെ മാറ്റി വെച്ചിട്ട് ഈ പാക്കറ്റ് കയ്യിൽ വെച്ചു. ഈ മെഗാ സീരിയൽ കാണുന്ന ആൾക്കാരുടെ അവസ്ഥ പോലെയാണ്. ഇതിനകത്ത് എന്താണ് എന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുറത്താക്കുന്നത് നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ സംഭവം നോക്കിയപ്പോ എന്തൊക്കെ, ഒരു ഉരുണ്ട ഒരു സാധനം, ഉരുണ്ട സാധനമാണെന്ന് മനസ്സിലായി. പക്ഷെ ഇദ്ദേഹം പുറത്തുനിന്നില്ല. ഇദ്ദേഹം അത് കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റ് കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു. ഇദ്ദേഹം അങ്ങനെ നോക്കുകയാണ്, ഇനി ഇതിന്റെ ട്രെയിന് വരൂ, ഇതിനു മുമ്പേ വന്നു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിയാൻ പറ്റാതെ ഞാൻ ട്രെയിൻ കയറി പോവേണ്ടാവുന്ന അവസ്ഥ ഇദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റും. ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്തോ ഇയാളെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ പാക്കറ്റ് പതുക്കെ പുറത്തേക്ക് പാക്കറ്റ് തുറന്നു നോക്കിയപ്പോഴും തുറന്നയക്ക് മാത്രം കാണാം, അതിനകത്ത് എന്താണ് ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇദ്ദേഹം പതുക്കെ എണീക്കും, നടക്കുന്നത് പോലെ നടന്ന് ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോകണം, ഇല്ലാത്തുന്നത് പോലെ ചെയ്യണം. അപ്പൊ ഇതിനകത്തിരിക്കുന്ന എന്താണെന്ന് കാണാൻ പറ്റും. നോക്കിയപ്പോ എന്ത് പറ്റി, ഒരു ബന്നാണ്. ഇതാണോ ഇത്രയും വലിയ കാര്യമായി രക്ഷപ്പെട്ടിരുന്നത്? ശരി. അപ്പൊ ഇദ്ദേഹം ചെയ്തു, ഈ ബന്നിനെ പതുക്കെ പൊട്ടിച്ചിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പോഴത് കഴിക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ബാഗിനകത്ത് തപ്പിയിട്ട് വേറൊരു പൊതിയുണ്ട്. ഈ ബന്നിന്റെ കൂടെ കഴിക്കാൻ എന്തായിരിക്കാം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം. അപ്പം ഇയാള് വേറൊരു അത് ചെറിയൊരു പൊതിയാണ്. ആ പൊതിനെടുത്ത് ഇങ്ങനെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അത് പതുക്കെ തുറക്കുന്നു. നല്ലിലേക്ക് തുറക്കുന്നുമില്ല, അതിനകത്ത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതിലേക്ക് ബന്നിനെ എടുത്തിട്ട് ആ കവറിനകത്ത് ഇങ്ങനെ പതുക്കെ ഡിപ്പ് ചെയ്യുന്നു, കഴിക്കും. ആസ്വദിച്ച് ചെയ്യാൻ കഴിക്കുക. അപ്പോഴും വീണ്ടും ഇദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തായിരിക്കും ആ ബന്നി എനിക്ക് ഡിപ്പ് ചെയ്തിട്ടാണ് ഈ കഴിക്കുന്നത്, പിടികിട്ടുന്നില്ലല്ലോ. ഇയാൾ എത്ര നോക്കിയിട്ടും എന്തിന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ഇയാൾ ഇങ്ങനെ കഴിച്ച് ആ ബന്നിന്റെ ഏകദേശം 3/4 കഴിഞ്ഞ് കുറച്ച് രൂപ ഉള്ളൂ. സഖി കെട്ടിട്ട് ഇയാളെ പോയി ചോദിച്ചു, നിങ്ങൾ ഈ ബന്ന് എന്തിന് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപ്പില് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അറിയോ? എന്നിട്ട് ആ പേപ്പറിനകത്ത് ഉപ്പൊന്നും കാണുന്നില്ലല്ലോ. ഇതിലേക്ക് ഈ പേപ്പർ എടുത്ത് തുറന്ന് കാണിച്ചു. അപ്പൊ അതിനകത്ത് ഉപ്പൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഉപ്പില്ലല്ലോ. അപ്പൊ ഉപ്പില്ല, എനിക്ക് ബന്നിന്റെ കൂടെ കഴിക്കാൻ വേണമെന്നും ഇല്ല. അവിടെ ഞാൻ സങ്കല്പിച്ചു, എന്റെ കയ്യില് ഉപ്പിരിപ്പുണ്ട്, ഞാൻ ഉപ്പിലാണ് ഞാൻ മുട്ടി കഴിക്കുന്നത് എന്ന് ഞാൻ സങ്കല്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കുകയാണ്, ആസ്വദിച്ച് കഴിക്കുകയാണ്.
വിജയിപ്പിച്ചു. ഉപ്പിനെക്കാട്ടി നല്ലത് വെണ്ണയായിരിക്കും. വെണ്ണ മുക്കി കഴിക്കുന്നത്. അപ്പൊ അതെ, വേണ്ട ഉപ്പിനെക്കാട്ടി നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഒരു വെണ്ണ ഒന്ന് സങ്കല്പിച്ചു, എന്തോന്നാലും നിങ്ങൾ സങ്കല്പിച്ചു, ഈ ഉപ്പ് മാത്രമേ കിട്ടിയോളൂ എന്ന് വെച്ചു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ അത് നല്ലൊരു ഓപ്ഷനാണ്. ഈ കഥയൊക്കെ നമുക്ക് ചിരിവായിരുന്നു. പക്ഷെ നമുക്കിപ്പോഴും തോന്നും ഞങ്ങൾക്ക് വെണ്ണയ ഓപ്ഷൻ എടുക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഉപ്പ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതാണ് ബുദ്ധത്തിലെ ശനിയിലെ പറയുന്ന പഴയ മനസ്സ്. പഴയ മനസ്സെന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതാണ്. നമ്മളുടെ ഒരു പേട്ട, ഉടരുന്ന പേട്ട, അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഈ പഴയ മനസ്സ് വരുന്നത്? അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ സംസ്കരിച്ചെടുത്തിരിക്കുന്ന ഒരു ചിന്താഗതി, അതങ്ങനെ തുടരുള്ളൂ. അതിന് വ്യക്തത ഇതാണെന്ന് പറഞ്ഞു തരാൻ അതിന് പറ്റില്ല, അത് ഇങ്ങനെ ചെയ്യൂ. അപ്പോഴേ അതുകൊണ്ടാണ് പറയുന്നത് നിരീക്ഷിക്കപ്പെടണം.